ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള അവയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ നീളത്തിലുമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ പച്ചക്കറികളും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളരി ഒരു കഷ്ണം വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോവയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു 7 എണ്ണം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസും കൊത്തമരയും കൂടിയിട്ട് ഒരു 6 പീസ് അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കായ 2 എണ്ണം. പിന്നെ ചേന ഒരു ചെറിയ പീസ്. പിന്നെ പയർ ഒരു 10 പയറിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവയിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ കുറച്ച് വലിയൊരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് വെജിറ്റബിൾസ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എണ്ണയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അധികം അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. വെജിറ്റബിൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ജസ്റ്റ് ഒന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി അരപ്പ് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത്. മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ അരപ്പരച്ച മിക്സീൻ്റെ ജാറിൽ തന്നെ 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.